കൊച്ചിയിലെ ഈ ലക്ഷറി ഫ്ലാറ്റിന് എർത്തി ഫീൽ കൊടുത്ത ഇന്റീരിയർ മാജിക് എന്താണെന്നറിയാമോ? കലൂരിലെ ഈ 7ാം നില അപ്പാർട്ട്മെന്റിന് നിരവധിയാണ് ഇന്റീരിയർ സ്പെഷ്യാലിറ്റികൾ. കംപ്ലീറ്റ്ലി ഒരു ലക്ഷൂറിയസ് അപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഈ ബിൽഡർ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു 3600 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നമ്മൾ ചില സ്പേഷ്യൽ പ്ലാനിങ്ങിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കൂടാതെ മെറ്റീരിയൽ യൂസേജിലും ഫ്ലോറിങ്ങിലെല്ലാം ചെറിയ വ്യത്യാസങ്ങളും വരുത്തിക്കൊണ്ട് ഇതിനെ കുറച്ചും കൂടെ ഇൻഡിജിനസും കുറച്ചും കൂടെ ഏർത്തിയുമാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡിസൈനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സിമ്പിൾ എത്നിക് എലീറ്റ് വിത്ത് എ മോഡേൺ ടച്ച്. ഈ അപ്പാർട്ട്മെൻറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു 4 മെമ്പർ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. എക്സ്പാറ്റ്സ് ആണ് അവർക്ക് കുറച്ച് ആവശ്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു അപ്പാർട്ട്മെൻറ്റ് പോലുള്ളൊരു ലുക്കിലുള്ളൊരു സംഭവം ആവരുത്. ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയേഴ്സ് ആയിരിക്കണം ഇതിനുള്ളത്. പിന്നെ ഡിസൈൻ റൂട്ടഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ്, അതായത് കേരള തനിമയോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈൻ എലിമെൻറ്റ്സ് ഈ അപ്പാർട്ട്മെൻറ്റ് ഡിസൈനിൽ നല്ലവണ്ണം വരണം എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു. ഓപ്പൺ പ്ലാനിങ് കോൺസെപ്റ്റാണ് ഈ ഫ്ലാറ്റിൽ ഇൻറ്റീരിയേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് ഫാമിലി ലിവിങ് സ്പേസ്, ഫോയർ സ്പേസ്, ഡൈനിങ് ഏരിയ. ഇത് കിച്ചണുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളിവിടെ ഒരു ഓപ്പൺ കിച്ചൺ കം വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഏർത്തി ടോൺസിലുള്ള എല്ലാ ഷെയ്ഡ്സിൻ്റെയും ഒരു കോമ്പിനേഷനോ ഒരു കൾമിനേഷനോ ആണ്. കൂടാതെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വാർഡ്രോബ്സും വാക്ക് ഇൻ വാർഡ്രോബും എല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് വുഡാണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ഗിവൺ എ ടെറാക്കോട്ട ഫ്ലോറിംഗ് വിത്ത് ഹാൻഡ് മെയ്ഡ് ഹൈലൈറ്റ്സ് ഓൺ ദി ഫ്ലോർ. ദിസ് ഇസ് എ കിഡ്സ് ബെഡ്റൂം. നമ്മുടെ കോമൺ ഏരിയാസ് ഒക്കെ വളരെ സ്പേഷ്യസ് ആയത് കാരണം ഈ കിഡ്സ് ബെഡ്റൂമിൽ നമുക്ക് ഒരു സെപ്പറേറ്റ് വാക്ക് ഇൻ വാർഡ്രോബ് ഒന്നും ഇല്ല. അത് തന്നെ വാട്ട് വി ഡിഡ് വാസ് വാർഡ്രോബ് 2 സ്ഥലത്തും പ്ലേസ് ചെയ്ത് ഇൻ ബിറ്റ്വീൻ ഒരു ബേ വിൻഡോ മോഡലിൽ അല്ലെങ്കിൽ ഇതൊരു റീഡിംഗ് കോർണറായിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കുമായിരുന്നു. 4 ബെഡ്റൂംസ് ഉള്ളൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഇത്. അതിൽ നമ്മൾ ക്ലയൻറ്റുമായിട്ട് ഡിസ്കഷന് ശേഷം ഒരു ബെഡ്റൂം നമ്മളൊരു സ്റ്റഡി കം ലിവബിൾ ബെഡ്റൂം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബെഡ്റൂമിൽ ഒരു ഗ്ലാസ് ഫോൾഡിംഗ് സ്ലൈഡിംഗ് ഡോറ് കൊടുത്ത് വർക്ക് ചെയ്യണമെങ്കിൽ അത് അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല ഒരു പാർട്ടി എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ടിട്ട് ഈ ഒരു കോമൺ ഏരിയാസ് ഫുള്ള് ഒരു സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് ആയിട്ടുള്ളത്. ഈ മെയിൻ കിച്ചണും വർക്ക് ഏരിയയും ഒരു കമ്പൈൻഡ് സ്പേസ് ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏതൊരു സമയത്തും ഈ ഒരു വർക്ക് ഏരിയനെ കൺവേർട്ട് ചെയ്ത് നമ്മൾക്കൊരു സെപ്പറേറ്റ് യൂണിറ്റ് ആക്കി മാറ്റാനുള്ള പ്രൊവിഷനും കൂടി ഇട്ടുകൊണ്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ദ വർക്ക് ഏരിയ സ്പേസസ് ഡിസൈൻഡ് ആസ് എ ഗാലറി കിച്ചൺ. എല്ലാ ഡോഴ്സും ഹാൻഡിൽ ഫ്രീ, സെപ്പറേറ്റ് ഹാൻഡിൽ കൊടുക്കാതെ ഇതിൽ തന്നെ ഒരു നിഷ് പോലെ ഇത് കൊടുത്ത് ഇതിനെ ഒരു ഹാൻഡിൽ ഫ്രീ ഡോഴ്സ് ഒക്കെ ആയിട്ടായത് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അണ്ടർ കൗണ്ടർ വാട്ടർ പ്യൂരിഫയർ ആണ് ഈ കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു ചെറിയ ഇൻഡക്ഷൻ സ്റ്റവും. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതിൽ ഒരുപാട്, അതായത് 2 സ്പേസസിനെ സെപ്പറേറ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ആ ഒരു സെപ്പറേഷൻ ഭയങ്കര ബോൾഡ് ആയിരിക്കരുത്, അതിനൊരു ട്രാൻസ്പെറൻസി വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു 3 ഡയമെൻഷണൽ ജാലി സ്പേസ് ഇവിടെ ഡിസൈൻ ചെയ്തത്. ഈവൻ ഈസ്റ്റ് നിന്നുള്ള ലൈറ്റ് വരുമ്പോൾ ഈ ജാലിയിൽ നിന്നുള്ള റിഫ്ലക്ഷൻസ് ഏതൊരു ടൈമും നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഈ ഒരു എൻട്രൻസ് പാത്തിന് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു ഫ്ലോട്ടിംഗ് സ്ട്രക്ചറിലുള്ള ഒരു സീലിംഗ് പ്ലാനാണ്. ഈ ഒരു സീറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മോഡേൺ ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് നമ്മുടെ ചാരുപടി അല്ലെങ്കിൽ ആട്ടുകട്ടിൽ. നമ്മൾ പുറത്തെല്ലാം പോയി വന്ന ഷൂ എല്ലാം ഊരി ഇവിടെ വെക്കാനുള്ള റാക്കിംഗ് സിസ്റ്റവും ഉണ്ട്. കളർ പാലറ്റ് നോക്കുകയാണെങ്കിൽ ഏർത്തി ടോൺസിനോട് ചേർന്ന് നിൽക്കുന്ന കോമ്പിനേഷൻസ്, അതായത് ഒരു ടീക്ക് വുഡ് കളർ വിത്ത് ഏർത്തി ടെറാക്കോട്ട ഫിനിഷ്. വാൾസ് ആണെങ്കിലും ഒരു ലൈറ്റ് ക്രീമിഷ് ഷെയ്ഡിലുള്ള കളേഴ്സും. ഈ ഡൈനിങ് റൂമിൻ്റെ ഈ ഒരു സൈഡിലായിരുന്നു വാഷ് കൗണ്ടർ പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതിനെ ഒരു സ്പേസ് ഷിഫ്റ്റ് നടത്തിയിട്ട് ഇവിടെയാണ് പൂജാ റൂമിൻ്റെ ലൊക്കേഷൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്.